കൊച്ചി കളമശ്ശേരിയിൽ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച യുവാവിന് ദാരുണാന്ത്യം. ഇടുക്കി സ്വദേശിയായ സൽമാൻ അസീസാണ് മരിച്ചത്. സിഗ്നൽ തെറ്റിച്ച് എത്തിയ കാർ സൽമാന്റെ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ആദിത്യൻ ഓമനക്കുട്ടൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ആദിത്യൻ, ഈ അപകടം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സിഗ്നൽ തെറ്റിച്ചു എന്നുള്ളത് ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്ങനെയാണ് അപകടം ഉണ്ടായത്? അപ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു? അക്ഷയ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് അപകടം ഉണ്ടാകുന്നത്. സൽമാൻ അസീസ് എന്ന 20 വയസ്സുള്ള യുവാവ് തൽക്ഷണം മരിക്കുകയായിരുന്നു. എറണാകുളത്ത് നിന്ന് ആലുവ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അമിത വേഗതയിൽ സിഗ്നൽ തെറ്റിച്ചെത്തി ഈ ഒരു സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിച്ചത്. HMT ഭാഗത്ത് നിന്ന് കളമശ്ശേരിയിലേക്ക് കടക്കുകയായിരുന്നു. സ്കൂട്ടറിലെത്തിയ സൽമാനാണ് അപകടമുണ്ടായി മരണം സംഭവിച്ചത്. അമിത വേഗതയിലെത്തിയ കാർ സിഗ്നൽ തെറ്റിച്ച് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട കാർ ഈ സ്കൂട്ടറിനെ ഇടിച്ചിട്ട് നിൽക്കാതെ ഈ റോഡിൽ നിന്ന് മാറി, പ്രധാന റോഡിൽ നിന്ന് മാറി മറ്റൊരു സ്കൂട്ടറിനെ ഇടിച്ചിട്ടതിന് ശേഷം മറിഞ്ഞാണ് അത് കാർ നിന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു കുടുംബമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇവരെ എന്തായാലും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപകടത്തിൽ ഇടുക്കി സ്വദേശിയായ 20 വയസ്സുള്ള സൽമാൻ അസീസാണ് മരണപ്പെട്ടത്. ബാക്കി കാറിലുണ്ടായിരുന്നവരും, ഇടിച്ചു തെറിപ്പിച്ച കാറിലുണ്ടായിരുന്നവർക്കും പരിക്കുണ്ട്. കാരണം അത് മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് മറിഞ്ഞാണ് നിന്നത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ CCTV ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിലേക്കും മറ്റു നടപടികളിലേക്കും പോലീസ് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗുരുതരമാണോ ആദിത്യൻ? കാറിലുണ്ടായിരുന്നവർക്കും സാരമായ പരിക്കുകളുണ്ട്. കാരണം അവർ ഈ ഒരു സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷവും കാർ നിയന്ത്രിക്കാനായിരുന്നില്ല. നിയന്ത്രണം വിട്ട കാർ ഈ പ്രധാന റോഡിൽ നിന്ന് മാറി മറ്റൊരു സ്കൂട്ടറിനെയും ഇടിച്ച് മറിച്ചതിന് ശേഷം ഈ കാറും മറിയുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ വലിയൊരു അപകടം തന്നെയാണ്. എറണാകുളത്ത് നിന്നും ആലുവ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഒരു കുടുംബവുമായി സഞ്ചരിച്ചുകൊണ്ട് പോയിരുന്ന വാഹനമായിരുന്നു ഈ സ്കൂട്ടറിനെ ഇടിച്ച് തെറിപ്പിച്ചത്. HMT ഭാഗത്ത് നിന്ന് കളമശ്ശേരിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു സൽമാൻ്റെ സ്കൂട്ടർ. സിഗ്നൽ വന്നപ്പോൾ സൽമാൻ കളമശ്ശേരി ഭാഗത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ വാഹനം അമിത വേഗതയിലെത്തി സിഗ്നൽ തെറ്റിച്ച് ഇടിച്ച് തെറിപ്പിച്ചത്. ആ കാറിലുണ്ടായിരുന്ന ഒരു കുടുംബമാണ്. അവർക്കും സാരമായ പരിക്കുകളുണ്ട്. അവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, കൊച്ചിയിലാണ് സംഭവം, കളമശ്ശേരിയിലാണ്. നഗ്നമായിട്ടുള്ള ഗതാഗത നിയമലംഘനം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഇടിച്ച കാറിലുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട്, ആശുപത്രിയിലാണ്. ഒരു സമയത്ത് തന്നെ മറ്റൊരു യുവാവിന് ദാരുണാന്ത്യവും ഉണ്ടായിരിക്കും.